ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഒരു ഹെയർ കട്ട് ആൻഡ് കളർ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സലൂണിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡാണ്. അപ്പോൾ ഈ കളറും ഹെയർ കട്ടൊക്കെ ഒന്ന് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഈ സലൂണിലേക്ക് പോകുന്നത് എൻ്റെ സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് നടന്നില്ല, കാരണം ആ ഒരു സ്റ്റൈലിസ്റ്റിന് സുഖം ഉണ്ടായിരുന്നില്ല. അവിടെ വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അന്ന് ഞാൻ കംപ്ലീറ്റ് ഡിസപ്പോയിൻമെൻറ്റിലായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നെങ്കിലും നടക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലാസ്റ്റ് ഡേ തിത്തക തൈതക എന്ന് പറഞ്ഞ് പോയിട്ടൊന്നും നടന്നില്ല. അപ്പോൾ ഇത് നമ്മളുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഇന്ന് നമുക്ക് റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഡേറ്റ്. ഇവിടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു ആൾക്ക് കുറച്ച് തിരക്കാണെന്ന് തോന്നുന്നു. 2 മന്തൊക്കെ ഫുള്ളി ബുക്ക്ഡ് ആണ് അവർ. സോ വേറെ ആരോ ക്യാൻസൽ ചെയ്ത ഒരു സ്പോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ് ഇത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മെനയാക്കാൻ. അപ്പോൾ ഇവിടെയുള്ള ലെയേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ഓഫ് ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കളറും ഇത്രയും ഇവിടെ തൊട്ട് കളർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ഒരു എൻഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. പിന്നെ കളർ സജഷൻ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കളർ ആൻഡ് ഇതാണ് ചെയ്യാൻ പോകുന്ന ഹെയർ കട്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ഫ്രിഞ്ചസ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഈ ഒരേ ഒരു ഹെയർ സ്റ്റൈൽ കുറേ കൊല്ലമായിട്ട് ചെയ്ത് എനിക്ക് മടുത്ത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ശരി, കോളായാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പോണത്. പിന്നെ മുടിയല്ലേ, വളരും, കേടുവന്നാലും അല്ലേ, അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഒരു റിഗ്രറ്റ് ആയിരിക്കുമോ പോയി വന്നിട്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ബട്ട് ഇത് ഓക്കെ ആയിരുന്നു. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. പക്ഷേ ഇത് കുറേ ആയി മടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് വഴി ഓരോന്നായിട്ട് കാണാം. എന്തൊക്കെയാണ് പ്രോസസ്സ്, ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് എനിക്ക് 12 മണി വരെ 12 മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. സോ അതുവരെ ഞാൻ ഫ്രീ ആണ്. ചുമ്മാ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ ഇരിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഇന്ന് ഒടുക്കത്തെ മഴ. അല്ലെങ്കിൽ നമ്മൾ കാര്യത്തിൽ പുറപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ അജീനെ നേരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകും. ഞാനൊരു 12 മണി വരെ അവിടെയൊക്കെ നടക്കാൻ പറ്റില്ല, മഴയാണ്. അതുകൊണ്ട് ഏതെങ്കിലും സ്റ്റാർബക്സിലോ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറിയിരുന്ന് സമയം ഓടിക്കണം, എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ ഒരുപാട് കാത്തിരുന്ന് പോകുന്നതുകൊണ്ടാണ് തോന്നുന്നു എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു 12 മണി വരെ സ്റ്റാർബക്സിൽ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കെന്നെ ഒരു ഐഡിയ ഇല്ല. കുറേ വീഡിയോ എടുത്തു, കുറേ കോഫി വാങ്ങി കുടിച്ചു, ചുമ്മാ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു സത്യം പറഞ്ഞാൽ. മഴ കാരണമാണെങ്കിൽ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമായി. നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ 12 മണിക്ക് ഇവിടെ നല്ല ഹെവി റെയിൻ വരാൻ പോവാണ്. സോ അതിന് മുന്നേ ഞാൻ എൻ്റെ കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ ഹെയർ കട്ടൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വരുന്നതാണ് മക്കളെ. സോ ഇതാണ്, കുടയൊക്കെ ചൂടി നടക്കുകയാണ്. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. നല്ല മഴയൊക്കെ പെയ്ത് കുതിർന്നിരിക്കുകയാണ്. ഭാഗ്യത്തിന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് മഴ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർബക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ സലൂൺ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ അതാ അവിടെ കാണുന്നില്ലേ, അവിടെയാണ് എൻ്റെ സലൂൺ വരുന്നത്. സോ അങ്ങോട്ടേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ വെള്ളക്കുപ്പിയും കൊടയും വടിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അജി ഓഫീസിലാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. സൂപ്പറാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താവും എന്തോ. ഇന്നിനി അവരുണ്ടോ എന്താ അറിയില്ല. ലാസ്റ്റ് ഇതുപോലെ പോയപ്പോഴാണ് അവരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇപ്രാവശ്യമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ശുഭപ്രതീക്ഷയിൽ നമുക്ക് പോകാം അല്ലേ. അങ്ങനെ കുറച്ച് സമയം കാത്തിരുന്നപ്പോൾ ആ ലേഡി വന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി. എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റൈലാണ് വേണ്ടത്, എന്ത് ഹെയർ കട്ടാണ് വേണ്ടത്, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ഹെയറിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഈ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഹെയറിൽ നോർമലി നിറയെ ഹൈലൈറ്റ്സ് ചെയ്യാറുണ്ട്, പക്ഷേ ഇവർ കുറച്ചേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഡണ്ണാണ് കേട്ടോ. ഇനി കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ വെക്കണം. എന്നിട്ട് അവർ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യും. ഏകദേശം ഒരു 2-3 മണിക്കൂർ കൂടെ എടുക്കും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത്, നമ്മളുടെ ഇന്ത്യൻ ഹെയറിൽ കുറച്ച് കഷ്ടമാണ് ഈ ഒരു എന്താ പറയുക കളർ പിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഞാൻ കാണിച്ചു തന്ന റെഫറൻസ് പോലെ ആക്കാൻ നോക്കണം എന്ന്. അവർ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി റൂട്ട് അത്രയും വേറൊരു കളർ ആയിരിക്കില്ല, ക്ലോസ് ടു ബ്ലാക്ക് തന്നെ ആയിരിക്കണം. ബാങ്ക്സ് ഉണ്ട്, അതാണ് എനിക്ക് അറിയാത്തത് എങ്ങനെ ഉണ്ടാവും ബാങ്ക്സ് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞിട്ട് ഇനി കാണാം കേട്ടോ. ഞാനിപ്പം ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ടു ബി ഫ്രാങ്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ അവർ ഹെയർ കട്ട് ആൻഡ് കളറൊക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയും അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒന്നും എനിക്ക് US വന്ന് 2 times ഞാൻ ഹെയർ കട്ട് കളർ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. എപ്പോഴും എനിക്ക് ആ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്. എപ്പോഴും നമ്മൾ നാട്ടിൽ പോയിട്ട് നല്ലൊരു ഹെയർ കട്ട് കളർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്രാവശ്യവും അത് തെറ്റിയില്ല. ഞാൻ വിചാരിച്ച അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തൊന്നും തന്നിട്ടില്ല. ഇതാണ് എൻ്റെ അപ്ഡേറ്റഡ് ന്യൂ ഹെയർ കളർ. എനിക്കെന്നെ കംപ്ലീറ്റ്ലി നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ബാൻഡ്സ് വെച്ചിട്ടുള്ളൂ. അവർ പറഞ്ഞു കുറച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ബട്ട് ആക്ച്വലി ഹെയറിൻ്റെ കളറൊക്കെ മാറി റെഡായി ഒരു ലുക്കൊക്കെ ഉണ്ട്. കൊള്ളാം. നോക്കിയപ്പോൾ നല്ല മഴയാണ്. ഇപ്പം ഞാൻ പെട്ടു. ലിപ്സ്റ്റിക്കിൻ്റെ കളറായി ഹെയറിന്. അങ്ങനെ ഞാൻ വീണ്ടും ആ സ്റ്റാർബക്സിലേക്ക് തന്നെ വന്നിട്ട് അടുത്ത കോഫി എടുത്ത് കുടിച്ചു. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ച് കുടിച്ച് അജിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അവൻ ഓഫീസിൽ പോയതുകൊണ്ട് തന്നെ അവൻ എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്ത് ശരിയാണോ നന്നായോ എന്നൊക്കെയുള്ള. അപ്പോൾ കുറേ വീഡിയോ ഓണാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സോ ബേസിക്കലി ഈ ഒരു ഹെയർ കളറാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ റെഫറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വെരി ബ്രൈറ്റ് ഒരു റെഡാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനവിടെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആക്ച്വലി അങ്ങനെ ചെയ്യുന്നത് കുറച്ച് നല്ല രീതിയിൽ നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കിയിട്ടാണ് എന്നുള്ളത്. 2-3 times നമ്മൾ പോയി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഓരോ ടൈം ബ്ലീച്ച് ചെയ്തിട്ട് കളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കുറേ അതിന് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പോയതാണ്. പക്ഷേ ഈ ഒരു കളർ നല്ല സൺലൈറ്റ് വരുമ്പം ഒന്നുകൂടെ നല്ല രീതിയിൽ ബ്രൈറ്റർ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒന്നും തീരെ സണ്ണും ഇല്ല. ആ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ സണ്ണും പോയി. അപ്പം ഈ സൺലൈറ്റ് വരുമ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഇതിൽ. ഇത് അത്ര ഡാമേജ് ഇല്ലാത്ത ഒരു രീതിയിലാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. അവർ ചോദിച്ചതിൻ്റെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ 2-3 സിറ്റിങ്സ് ആയിട്ട് ചെയ്യാം. പക്ഷേ അത് ഹെയറിൽ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കളർ ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ വേണം ചെയ്യാനെന്നുള്ളത്. ഒരൊറ്റ ദിവസം കൊണ്ട് പറ്റില്ലാന്ന് മാത്രമല്ല, ഇവിടെയുള്ള ആ സ്റ്റൈലിസ്റ്റ് ഭയങ്കര ബിസിയാണ്. ഒരു അടുത്ത അപ്പോയിൻമെൻറ്റ് ഇനി അടുത്ത 2 മാസം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബ്ലീച്ച് ചെയ്തിട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് കാരണം ഞാനിപ്പം തൽക്കാലം ഈ ഒരു കിട്ടിയ കളറും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാവുന്നുള്ളത് നോക്കാം. ഇനി ഇതിൽ സൺലൈറ്റിൽ എങ്ങനെയുണ്ടെന്ന് കൂടെ ഞാൻ കാണിക്കാം. അങ്ങനെ ഇന്നലത്തെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇന്നിപ്പോൾ ഞാൻ വെളിച്ചം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ വെളിച്ചത്തിൽ എങ്ങനെയാണ് കേട്ടോ കാണുന്നത്. എൻ്റെ റൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. സോ ആ ഒരു കളർ വേണ്ട എന്നുള്ളത് എൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കിട്ടിയില്ല. ഇപ്പോഴും ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രിഞ്ചസ് ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന്. കാരണം അവർ ലൈറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രിഞ്ചസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിൽ തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തതെന്നുള്ളത് ഫുൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് എൻ്റെ ഫാമിലിയുടെ ഒരു റിയാക്ഷൻ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരുടെ ഒരു അഭിപ്രായം എന്നൊക്കെ ഉള്ളത്. ഓവറോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നോട്ട് ബാഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റിൽ പറയുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ആഗ്രഹമുള്ള ആൾക്കാർ സാധിച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെയറാണിത്. എൻ്റെ ഹെയറൊക്കെ പെട്ടെന്ന് വളരുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇനിയും വളരും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇനിയിപ്പോൾ കൊള്ളാലും കുഴപ്പമൊന്നുമില്ല, ഇത് വളർന്നാൽ ശരിയാവുമല്ലോ എന്നുള്ളൊരു മൈൻഡിൽ. അങ്ങനെ എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഇതിൽ. എന്തായാലും ഇങ്ങനെ പോട്ടെ. ഇനി നമുക്ക് നോക്കാം. അജി ഇവിടെ ഉണ്ട്, അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. ഇവിടെ വാ. എന്താണ്, എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കൊള്ളാം. കുറച്ച് ഇത് ചെയ്യണം, ബട്ട് യാ ആക്ച്വലി നൈസ് അല്ലേ? അത് കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോ കുറച്ചുകൂടെ കൊള്ളാം അല്ലേ? പക്ഷെ ഞാൻ പറയുന്ന പ്രോപ്പർ നിന്റെ ഒരു എക്സ്പെക്ടേഷനിലുള്ള റെഡ് എങ്ങനെയായിരുന്നു? ഞാൻ വന്നിട്ടില്ല പ്രോപ്പർ റോസ് റെഡ്. നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ബട്ടന്റെ റെഡ് ആ റെഡ് ആയിരുന്നു. ബട്ട് ഓക്കെ, ഇതൊരു ബർഗണ്ടിഷ് റെഡ് ആയിട്ടുണ്ട്. ബട്ട് ലൈറ്റിൽ കുറച്ചുകൂടെ നല്ല, ബട്ട് സ്റ്റിൽ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. സോ ഈവൻ ദോ എക്സ്പെക്ടേഷൻ വഴി വന്നില്ലെങ്കിലും ദിസ് ഇസ് ഗുഡ്. മേ ബി ഫോർ നെക്സ്റ്റ് ടൈം ഇപ്പൊ നമുക്ക് അറിയാലോ. ഇനി അടുത്ത കളർ ഞാൻ ഏതടിക്കണം? പർപ്പിൾ അല്ലെങ്കിൽ ഇതാ ഈ ബ്ലൂ അടിക്കണം. പർപ്പിൾ ബ്ലൂ. അപ്പം കുഴപ്പമില്ല, കിളിപ്പച്ചയായാലും മതി. കിളിപ്പച്ച. ഇവനും എൻ്റെ ഉമ്മയും കിളിപ്പച്ച ഫാൻസാണ്. ഇവർക്ക് കിളിപ്പച്ചയിൽ എന്ത് കിട്ടിയാലും ഇഷ്ടാട്ടോ. ഇനി ഇത് കെട്ടുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ, സോ ഹൈ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ ഇതുപോലത്തെ ഒരു ലുക്കാണ് കിട്ടുക. കൊള്ളാം.
അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾസിൻ്റെ അടുത്താണ്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും. പിന്നെ ആര് കാത്തിരിക്കുക, നിങ്ങളൊക്കെ വേഗം പോയി ചെയ്തോളൂ. എന്തിനാണ് ഇങ്ങനെ മുടിയൊക്കെ കുറേ ഉണ്ടായിട്ട് വെച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ന്യൂ ലുക്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കെന്നെ ഡിസ്കവർ ചെയ്യാൻ പറ്റും എന്തൊക്കെ നമുക്ക് ചേരും, എന്തൊക്കെ നമുക്ക് ചേരൂല എന്നൊക്കെ. നമ്മളിങ്ങനെ ഇത് വെച്ചാൽ അത് കൊളായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കൊളാവും. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പേടിച്ചിരിക്കാതെ പോയി ഗോ ഫോർ ഇറ്റ് അങ്ങനെ. സോ ഈ ഒരു 2026 ഞാൻ എൻ്റെ ഒരു എന്താ പറയുക മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഞാൻ എല്ലാം ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കംഫർട്ട് സോണിൽ എപ്പോഴും ഇരുന്ന് ഒരേപോലെ ഇങ്ങനെ നിൽക്കുന്നതിനോട് ഇപ്പോൾ എനിക്കൊരു താല്പര്യക്കുറവാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കളർ കണ്ട് ഇൻസ്പയർഡ് ആവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് റെഫറൻസ് ആയിട്ട് കാണിക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത എന്തെങ്കിലും ഒരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.